Hey YouTube, what's up everybody? ഞാൻ ഇന്നൊരു എഞ്ചിൻ ഓയിൽ ഫ്ലഷ് വീഡിയോ ചെയ്യുമ്പോൾ ഇത് 3M എഞ്ചിൻ ഓയിൽ ഫ്ലഷ് ആണ്. ഇത് 4 സ്ട്രോക്ക് 2 വീലേഴ്സിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ്. 2 സ്ട്രോക്ക് ബൈക്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക. ഇതിന് ഏകദേശം 340 രൂപ വരുന്നത് 50 ml. ഈ ഒരു 50 ml ഉണ്ടെങ്കിൽ 0.5 ലിറ്റർ തൊട്ട് 1.5 ലിറ്റർ വരെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി ഉള്ള ഏത് 4 സ്ട്രോക്ക് ബൈക്കിന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എഞ്ചിനകത്തുള്ള സ്ലഡ്ജ്, കാർബൺ ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള സംഭവമൊക്കെ റിമൂവ് ചെയ്യാനാണ് സഹായിക്കുക. എന്നിട്ട് നമുക്ക് പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് നമുക്ക് പോയി നോക്കാം. അതിനു മുമ്പ് വർക്ക്ഷോപ്പിക്ക് പോകും. നമുക്കിനി ഓയിൽ ക്യാപ്പ് അതിനൊരു പ്ലെയർ ആവശ്യമുണ്ട്, നമുക്ക് റിമൂവ് ചെയ്യാം. ഈ സ്പെസിഫിക് ബൈക്കിൽ നമുക്ക് ഇത് ഫുള്ള് ഉപയോഗിക്കാം, കാരണം ഇത് 1.5 ലിറ്റർ എഞ്ചിൻ ഓയിലുള്ള ബൈക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്ലഷ് യൂസ് ചെയ്യാം. പഴയ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോണതിന് മുന്നേ ഒഴിക്കണം. ഇത് ഫുള്ള് ഒഴിക്കണം. ടാപ്പ് തിരിച്ച് റിയാലിറ്റി ചെയ്യാം. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് 3M പറയണത് ഏകദേശം 15 തൊട്ട് 20 മിനിറ്റ് വരെ വണ്ടി ഐഡൽ സ്പീഡിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. തൊട്ട് 20 മിനിറ്റ് വയ്ക്കാം. 15 മിനിറ്റോളം വണ്ടി ഐഡൽ ആർപ്പിയത്തിൽ തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് വണ്ടി ഓഫ് ചെയ്തിട്ട് ഓയിൽ അങ്ങോട്ട് ഡ്രെയിൻ ചെയ്യാം. ഓക്കെ, ഫുള്ള് അഴിച്ചിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്യാം. തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് തണുക്കാൻ പറ്റരുത്, ഓയിൽ പിന്നെയും എന്താ പറയുക കട്ടിയാവും. അത് ടൂൾസ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ റാച്ചറ്റാണ്. ഇതൊരു ചെറിയ എക്സ്റ്റൻഷൻ റോഡാണ്. ഇതിൻ്റെ 12 mm ബോക്സ് സ്പാനറാണ്. ബ്രെയിൻ ബോൾട്ടിൻ്റെ സൈസ് അനുസരിച്ച് മാറ്റേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് റാച്ചറ്റോ ടീയോ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫാനാണ്, അത് ഈ പഴയ ഓയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഡ്രെയിൻ ബോൾട്ട്. ഓക്കെ, ഈ 12 mm ഡ്രെയിൻ ബോൾട്ടാണ് നമുക്ക് അഴിക്കേണ്ടത്. ഡ്രെയിൻ ബോൾട്ട് അഴിച്ചിട്ട് ഓയിൽ അങ്ങോട്ട് ഡ്രെയിൻ ചെയ്യാം. ഈ എഞ്ചിൻ ഓയിൽ ഫുള്ളായി വെളിയിൽ വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് വണ്ടി ഒന്ന് ഇളക്കി കൊടുക്കും. പെട്ടെന്ന് അതിലുള്ള സൈഡിലുള്ള ഓയിലൊക്കെ ഉണ്ടാകും, അതുപോലെ വരും. ഇതാണ് നമ്മുടെ അഴിച്ച ഡ്രെയിൻ ബോൾട്ട്, ഓയിലിൻ്റെ ഡ്രെയിൻ ബോൾട്ട്. ഓക്കെ, ഈ വാഷറാണ് പ്രഷർ വാഷർ. ഇത് 1 ടൈം യൂസ് ചെയ്യുന്ന വാഷറാണ്. എല്ലാ കമ്പനിയും ഒരു സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യും. ഇത് മറക്കരുത്, ഓയിൽ സർവീസ് ചെയ്യുമ്പോൾ ഇതെന്തായാലും മാറ്റണം. ഓക്കെ, ഡ്രെയിൻ ബോൾട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ഫൈൻ ത്രെഡ് വരുന്ന കാരണം ലൈഫ് ലോങ് ഉള്ള സാധനമാണ്. ഇത് മാറ്റി. ഓക്കെ, ഇതാണ് നമ്മുടെ ഓയിൽ, ചേഞ്ച് ചെയ്ത ഓയിൽ ഫ്ലഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് കറുപ്പുണ്ട്. കാർബണൊക്കെ നല്ല രീതിക്ക് ഡിസോൾവ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.